ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അരമണെ 4 എന്ന സിനിമ നമ്മൾ ഓൾറെഡി പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. ഇതാണ് മൂത്ത മകൾ, പേര് ശക്തി. എന്താ പറ്റിയത് കുഞ്ഞിന്? എന്റെ അമ്മ കണ്ണുമ്പിൽ മരിക്കുന്ന കണ്ടിട്ട് കൊച്ചു തറി അടിച്ച് താഴെ വീണു. ഇപ്പൊ ഈ കോമയില്ല. ഇതാണ് നമ്മുടെ ജമീന്ദാരുടെ കൊച്ചുമകള് ഡാക്ടറാണ്. എന്താ മോളെ, കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാൻ ഇങ്ങനെ വീട്ടിൽ വെച്ച് ചികിത്സിക്കുന്നേ? ഇതൊരു ചെറിയ ഗ്രാമം. ഇവിടെ ഹോസ്പിറ്റലുകളോ വലിയ വീടുകളോ ഒന്നുമില്ല. അതാ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ടാക്കി ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എത്രയും വേഗം കണ്ണു തുറക്കും അവള്. ഡോണ്ട് വറി. ഇവളുടെ കല്യാണം നടത്താൻ വേണ്ടി കൊട്ടാരം വിൽക്കാനത്ത് ചുമ്മാ മുതച്ച കല്യാണം കിട്ടുന്ന കാശ് കൊണ്ട് നല്ല ഹോസ്പിറ്റൽ കെട്ടി ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും ബസ് സർവീസും കൊടുക്കണം. എല്ലാവരും ഡോക്ടറെ പഠിച്ച് വെളിനാട്ടിൽ പോയി കൈകാര്യം സമ്പാദിക്കാൻ നോക്കുമ്പോ ഇവിടെ ഈ കുഗ്രാമത്ത് സേവിക്കാൻ നടക്കുന്നു. എല്ലാവരും പുറത്തേക്കാണോ കുഞ്ഞിനെ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ കല്യാണക്കാരി എടുത്തിട്ട് അതെല്ലാവരും വരട്ടി വിട്ടണം. ഞാനും പ്രൊപ്പോസ് ചെയ്യാൻ പോവല്ലേ? നിന്റെ വയസ്സ് എത്രയാ? പെണ്ണിന്റെ വയസ്സ് എത്രയാ? നിന്റെ ഫേസ് എന്താ, അവളുടെ ഫേസ് എന്താ? നിനക്ക് കിട്ടിയാ നീ വെച്ചോ, എനിക്ക് കിട്ടിയാ ഞാൻ വെച്ചോളാം. ഈ വക വർത്താനൊക്കെ വെളിയിൽ ആൾക്കാരുടെ ചിരി ശരി, രണ്ടുപേർക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. ഇതൊക്കെ പഴയ അടിയെന്ന് അറിയില്ലേ? ലവ് തന്നെ പഴയതല്ലേ, അതൊന്നും പുതുക്കി അവതരിപ്പിച്ചാൽ മതി. നിന്റെ പുറമെ എന്താടാ നിനക്ക് പറ്റിയേ? എടാ മോനെ, ആ റൂമിൽ നിറയെ കൊതുക. ബാറ്റ് എവിടെയാടാ? ഓ, അവിടെയാണോ? പോകാതെ എങ്ങനെയാണ് എടുക്കുന്നേ? അതെന്താ പ്രേതോ? തനിയെ കയ്യിലേക്ക് വരാൻ. എന്നെ പറ്റി നിനക്ക് അറിയില്ല. നീ പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോയിരിക്കും. നീ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. അടിക്കരുതെന്ന് പറഞ്ഞു. എന്താ ഇതെന്താ പോയെ? ചുടുകാട്ടിലിരിക്കട്ടെ, അങ്ങനെ കൊതുകിന്റെ മാറ്റിയിരിക്കുന്നു. ഞാൻ കരുതല്ല, ആ പയ്യൻ എന്നെ തള്ളിയിട്ടതാ. ആള് ഇത് കാണാൻ പാടില്ല. എന്താ നോക്കുന്നത്? നിനക്ക് മാത്രം ചെറിയ നോക്കാറിയോ? ഞങ്ങൾക്ക് അറിയാം. പിന്നെ വിളിച്ചതാ. ഇതൊക്കെ ആ പ്രേതം കേട്ടോണ്ടിരിക്കുകയാണ്.
നിന്നെ എങ്ങനെ എളുപ്പം വളയ്ക്കാവുന്നതല്ല. ഇത് തന്നെ ഒന്നാമതിനെ പറ്റിരുപ്പാ. പോടാ പിന്നാക്കെ. എന്റെ ആള് വിടുന്നതാ. ഇപ്പൊ മുതൽ അവൾ എന്റെയാടാ. ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാ. കണ്ടുവെക്കുന്നത് മാറാ. കാവടിയാണോ? എനിക്ക് അവളെ കിട്ടുന്ന ഭയം കൊണ്ട് എന്നെ അഭിനയിച്ച് പറഞ്ഞുവിട്ടിട്ട് എന്റെ കരുതി ഏണി വെച്ച് ലോക്ക് ചെയ്യുന്നതാ. അതുകൊണ്ട് അടുത്ത അറ്റംപ്റ്റ് എനിക്ക് തന്നെയാ. കേട്ടായിരുന്നാ? ആലോചിച്ചിട്ടാണോ ഈ പറയുന്നേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സ്ട്രൈറ്റ് ലിപ് ടു ലിപ് കിസ്. ഞാൻ ഇവിടെ വിളിച്ചിരിക്കും. മായ വരുമ്പോ ബോധം പറയണം. അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്തേക്കാം. ആ ഉമ്മയെ അവള് മയങ്ങി പോകും. നീ അല്ലെങ്കിൽ ഉമ്മ കൊടുത്ത അവള് മയങ്ങി പോവും. അതെങ്ങനെയുള്ള മയക്കമാണെന്നാണ് അറിയേണ്ടത്. ഈ നേരത്ത് അത് വരേണ്ടതാണ്. വന്നു കഴിഞ്ഞു. കണ്ടിട്ട് കാണാത്തതുപോലെ പോവാ. അയ്യോ, ഈ കിളവൻ കൊതുവിന്റെ കടി താങ്ങാൻ പറ്റുന്നില്ലല്ലോ. മായ വരുന്നു. അടുത്തെത്തി. നീ എന്തായി കാണിച്ചേ? എന്താ കാണിച്ചത്? നിങ്ങൾ ഇപ്പൊ എവിടെ വന്നേ? എടാ, ഇത് എന്റെ വീടാ. ഞാൻ എവിടെ നിന്ന് എന്തോ വിസരിക്കാൻ തലകുത്തി വീണതുകൊണ്ട്. അതെ, എന്താണ് ചെറിയ റിക്വസ്റ്റ്? എന്താ ഇവിടെ നടന്ന കാര്യം പുറത്തൊന്നും പറയല്ലേ? പുറത്ത് പറഞ്ഞോടാ. നിനക്ക് മായല്ല കിളവനെന്ന് അറിയാന്നല്ലേ? ഇതിനാണ് പോകുന്നേ. ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? പോകുന്ന നീ പ്രേതത്തിന് പോയി പറഞ്ഞില്ലേ? പ്രേതമാണ് അതിനോട് കോരുന്ന പറഞ്ഞത്. കുറച്ച് കറിയിലൊക്കെ ഇടാം. എന്താ പോയത്? ഇനി വേറെ കാണിക്കില്ല. ശ്രദ്ധിച്ചു. ഞാൻ അച്ഛനോട് പറയാന്ന് പറഞ്ഞില്ലേ? ഈ കണ്ടിട്ട് സത്യം ചെയ്യുക. ഇനി ഒരിക്കലും നിങ്ങളുടെ ഫാമിലി കാണിക്കില്ല. ഇത് ശരിയില്ലെന്ന് പറഞ്ഞു. എന്നോട് പറയണം. ആത്മഹത്യയല്ല സർ. അവർ തൂങ്ങിയിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണോട് കണ്ടതാണ്. അവളുടെ കുഞ്ഞിനെ എന്റെ പേരിട്ടുകൊണ്ട് അറിയാം അവൾ എന്നെ മറന്നില്ലെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ ചെയ്ത സത്യവും മറക്കാൻ സാധ്യതയില്ല. ഈ പോലീസ് സ്റ്റേഷൻ അറിയാം. നോക്ക് സാർ, അവര് ഭാര്യ ഭർത്താവ് എന്തൊക്കെയാ പ്രശ്നങ്ങളാണ്. അങ്ങനെ കാട്ടിലേക്ക് പോയപ്പോഴാണ് നെഞ്ചുവേനാണ് മരിച്ചത്. ആ സമയത്തുള്ള ദേഷ്യത്തില അവര് സൂയിസൈഡ് ചെയ്തത്. പാവം അമ്മ മരിച്ചതുകൊണ്ട് താഴെ തലയടിച്ചു വീണ കുട്ടി കോമ സ്റ്റേജുമായി. ഇതിന് വേണ്ടി അതിനെ കുറിച്ച് എന്താ പറയാനുള്ള സർ? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരേ സമയം നടക്കും? കുട്ടിയെ വിശ്വസിക്കാൻ ആൾക്കാരെ പലതും പറയും. കിണറ്റി തൂങ്ങിയതാ കാട്ടി പ്രത്യക്ഷപ്പെട്ടതും പകുതിക്ക് വെച്ച് ആളെ കണ്ടതും നാട്ടുകാരെല്ലാം കൂടെ ബഹളം വെച്ചതും ഇതൊക്കെ വെച്ച് കേസെടുക്കും. സർ, എനിക്ക് എഫ്ഐആർ. അതെ, ഒരു കാക്കി ഷർട്ട് എടുത്ത് കൊടുക്ക്. ഇയാൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് തകർത്ത് കളയും. വക്കീലിന്റെ പണിക്കും കോപ്പി വെച്ചാൽ മതി. പോലീസ് സ്റ്റേഷൻ കാണിക്കില്ല. സാർ, ഞാൻ പറയുന്നത് 10 വർഷത്തിൽ നിൽക്കുന്ന ഉത്സവമാണ്. ഈ മേഖല 2 ദിവസങ്ങളേ ഉള്ളൂ. ഈ കൊച്ചി ഗ്രാമത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഏതെല്ലാം സ്ഥലത്തുനിന്ന് വരുന്നതെന്ന് അറിയാമോ? അതിന് സെക്യൂരിറ്റിക്ക് ആളുകൾ പറഞ്ഞ ഇൻസ്പെക്ടർ വല്ലാത്ത പ്രഷർ ഇരിക്കുമ്പോ 2 ദിവസം കഴിയുമ്പോ ഈ ഉത്സവം അങ്ങ് കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാതെ തൽക്കാലം സാധനം ചെല്ലേ. സാറിന്റെ അനീതിയുടെ ഭർത്താവ് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. ഡെയിലി ജോഗിങ്ങിന് പോകുമായിരുന്നു. എന്നാലും അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല. എന്റെ പെങ്ങൾ തൂങ്ങിയിരുന്ന അതേ സമയത്ത് അവരെ ജീവനോട് കടവിട്ട് അത് ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാ. എന്നാലും എന്റെ പെങ്ങൾ എന്താ നീ വഴി? ആ നാട്ടുകാർ പറയുന്നത് സത്യമാണ് സാർ. എന്ത് സത്യമാണ്? കാരണം ഞാനിത് കണ്ടതാണ്. നിങ്ങളുടെ പെങ്ങൾ നാട്ടുകാരോട് ഓടുന്നത് ഞാൻ കണ്ടതാണ്. അവിടെ പട്ടി വയ്ക്കുന്ന ശബ്ദം കേട്ട് ആ കിണറ്റിലേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ നിങ്ങളുടെ പെങ്ങൾ തൂങ്ങി. നീ കണ്ടത്
വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടില്ല സാർ, നിങ്ങളോ വിശ്വസിക്കുന്നില്ല. ഇത് ഞാൻ എങ്ങനെ നാട്ടുകാരോട് പറയും? എന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പോയി പറയും. എന്നാൽ അവർ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഉത്സവ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അറിയിക്കട്ടെ, ഇതാരും ഉത്സവത്തിന് പല നാട്ടിൽ നിന്ന് സ്വാമിമാർ വരാറുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കും. ഇയാളൊന്നും ഒളിച്ചത് അറിയാമോ? സാർ, അതെ സാർ, ഇതേ സ്വാമിയെ നിങ്ങളുടെ പെങ്ങൾ വരുന്ന മോർച്ചകൾ എടുത്ത് വെച്ചാൽ കണ്ടോ? ശരവണ, ഇവിടെ കഴിക്കുന്ന സമയമാണിത്. വാ ഉറങ്ങാം. എപ്പോ നോക്കിയാലും കളി തന്നെ. വയറ് വേണ്ട മാറ്റ സമയമായി. എങ്ങോട്ടാ നീ ഓടണേ? ഈ ചെറുക്കൻ ആരുടെ? കേൾക്കുന്നില്ലേ?
വേണ്ട സാർ, അങ്ങോട്ട് പോകണ്ട സാർ, പോലെ സാർ. ഞാനിപ്പോ ഒരാളാ. ആരത്? മിക്കവാറും കയറാൻ കൊള്ളിട്ടോ. ബേബി, അവന് വേണ്ട വണ്ടി വേണ്ട. ക്യാമറ റെക്കോർഡിലാണ്. അങ്ങനെ ആളുകൾ നിർമ്മിച്ചത് ഉത്സവ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങളിൽ വന്ന് നേർച്ച നടത്തിയിട്ട് പോകും. ഞാൻ കരുതിയത് ഒരു ചെറിയ ഗ്രാമമല്ലേ, അതൊരു ചെറിയ ഉത്സവമായിരിക്കുമെന്നാ. ഇത് ബ്രഹ്മാണ്ഡ ഉത്സവം. ഇവേ 10 വർഷത്തിന് ഒരിക്കൽ നടക്കുന്ന ഉത്സവം. ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്ന് തന്നെയാണിത്. ഈ ഉത്സവം കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് വരാറ്. കണ്ടില്ലേ, ഞങ്ങളുടെ അമ്മച്ചിയെ ഇത്രയും വലിയ ഒരു ശിലയെ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഈ ശില്പം പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നതല്ല, ഉത്സവത്തിന് 6 മാസം മുന്നേ ചെയ്തു തുടങ്ങുന്നതാ. സാറേ, നാളെ വൈകിട്ട് ഇവിടെ നിന്ന് കാണണം. ഉത്സവം പോട്ടി ഓടിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ അമ്മൻ ആ കയ്യിലിരിക്കുന്ന ശൂലം കൊണ്ട് ആ നിൽക്കുന്ന അസുരനെ വധിക്കും. അസുരൻ കത്തി എരിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് തന്നെ അവിടെ പ്രകാശിക്കും. അമ്മേ, മഹാശക്തി. ഉത്സവത്തിന് 30 ദിവസം ഇന്ത്യയിലുള്ള എല്ലാ പുണ്യ നദികളിൽ നിന്നും പുണ്യജലം അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവരും. ചെറുപ്പത്തിൽ തന്നെ കാണും. അങ്ങനെയല്ല മകളും ആയിട്ടുള്ള അച്ഛൻ
ട്രെയിനിൽ പോവാണ് കേട്ടോ. രവി, രവി, രവി തട്ട് എന്റെ മോനെ നിന്നെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? രവി, അയ്യോ, നാളെ നിന്റെ പിറന്നാളല്ലേടാ. ഓവിനി ഉത്സവത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാതിരുന്നല്ലേടാ ഞാൻ. ഓ, ഞാൻ അന്നേ പറഞ്ഞല്ലോ നിന്നോട്, അവനെ അവസാനമായിട്ട് കണ്ടത് തന്റെ കൂടാ. പറയുകയാണെങ്കിൽ സത്യമാണ്. സർ, എനിക്ക് ആ സ്വാമി സംശയമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സംശയിക്കും. ഞാൻ കാട്ടിനുള്ളിൽ പോയി തിരികെ വന്നപ്പോ അവനെ കണ്ടില്ല. പേടിച്ചോ വീട്ടിൽ പോയിട്ടുണ്ടോന്ന് ഞാൻ കരുതി. അവന്റെ ക്യാമറയിൽ പോലും ആ സ്വാമിയുണ്ട്. സ്വാമിയെ കുറിച്ചാണ് തെറ്റായിട്ട് പറയുന്നത്. അത് തറയിൽ കിടന്നപ്പോൾ ചിലപ്പോൾ റെക്കോർഡായിരിക്കും. സാർ, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അയാൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ഓടുന്നേ. നീ ചെയ്തിട്ട് മറ്റുള്ളവരെ കണ്ടു നോക്കണം. സാർ, പ്രസിഡന്റ് മാത്രമല്ല, എന്റെ പെങ്ങൾ മരിച്ചപ്പോൾ ആ സ്ഥലത്ത് അവരുണ്ടായിരുന്നു. എന്താ നീ പറയുന്നത്? അവർ ആരെല്ലാം നേടി കണ്ടിരുന്നു, അവരെല്ലാവരും മരിച്ചിട്ടുണ്ട്. ആദ്യം അവരെ പിടിക്കണം സാർ. സ്വാമിയെ പോയി പിടിക്കാൻ പറയുന്നു. അയാൾ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ആദ്യം അയാൾ ആരാണെന്ന് അറിഞ്ഞിട്ട് വാ. അവർക്ക് സ്വാമിയോ ആരോ ഈ സ്വാമി കാട്ടിനുള്ളിൽ ഒരു കൽമണ്ഡപത്തിൽ ഇരിക്കുന്നതാ പറഞ്ഞു കേട്ടത്. സാർ, കണ്ടില്ല സാറേ കൽമണ്ഡപം? ട്രെയിനൊക്കെ സൂപ്പറാട്ടോ. കണ്ടിട്ട് പേടിയാവുന്നുണ്ടല്ലോ സാർ. ഇപ്പൊ അത് പൂജ നടന്ന പോലെയുണ്ട്. കണ്ണിലൊന്നും അടച്ചില്ല. അതെ സാറേ. എന്താ സാറേ ഇത്? മരിച്ചവരുടെ ഫോട്ടോ വെച്ച് പൂജ ചെയ്തിരിക്കുന്നു. ഇവിടെ പറഞ്ഞത് കറക്റ്റാണോ സാറേ? ആ സ്വാമി ആയിരിക്കും ഇതിന്റെ പിന്നിലും. സാർ, എന്റെ പെങ്ങളുടെ മകളുടെ ഫോട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്തോ നടക്കുന്നത് സാർ. എടോ, വാ. ആ ഉത്സവത്തിനിങ്ങനെ പകുതി ഇങ്ങോട്ട് വരാൻ പറ. സാർ ഒന്നാമത്തെ ആൾ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞോ, ആരുടെ തപ്പി അവൻ എത്ര കൊടുത്ത് കണ്ടിരിക്കണം. സാധനം കേട്ടോ. സാധനം ഭയങ്കര ഉണ്ടാവും. പോലീസ് വന്നിട്ടല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ നാളെയും മറ്റന്നാൾ ഇതിൻ്റെ തേർഡ് പാർട്ട് ഫോർത്ത് പാർട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.